പട്ടികജാതിക്കാരനായ ക്ഷേത്ര പൂജാരിക്ക് നേരെ ജാതി അധിക്ഷേപവും കള്ളക്കേസും. ഇടത് യൂണിയൻ നേതാക്കളുടെ അവഹേളനത്തെ തുടർന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശാന്തിക്കാരൻ PR വിഷ്ണു ജോലി രാജിവെച്ചു. ദേവസ്വം പറവൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ കുറ്റക്കാരെ സംരക്ഷിക്കാൻ ശ്രമിച്ചതായും സമാധാനപരമായി ജോലി ചെയ്യാൻ അനുവദിക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തിയതായും വിഷ്ണു പറയുന്നു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ഒപ്പം ചേരുന്നു. ജിജീഷ്, ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരെയൊക്കെ ചേർത്ത് പിടിക്കുന്നവരാണ് ഞങ്ങൾ, ക്ഷേത്രങ്ങളിൽ എല്ലാ വിഭാഗക്കാരെയും പൂജാരിമാരാക്കണമെന്ന് വാദിക്കുന്നവരാണ് ഇടതുപക്ഷം. പക്ഷേ അവരുടെ യൂണിയൻ നേതാക്കൾക്ക് ഇതാണ് ജോലി, അതായത് ഭീഷണിപ്പെടുത്തുക, ജാതീയമായി അധിക്ഷേപിക്കുക, ഒരു സാധാരണ മനുഷ്യനെ അവഗണിക്കുക, മാറ്റി നിർത്തുക, അയാളെ കൊണ്ട് ജോലി രാജിവെപ്പിക്കുക, അല്ലേ? മനന്നൊന്നായിരുന്നു ആ രാജി. ഇടതുപക്ഷം ജനപക്ഷമല്ല ജാതിപക്ഷം എന്നുകൂടി തെളിയിക്കുകയല്ലേ ജിജീഷ് ഈ സംഭവത്തിലൂടെ? കൃഷ്ണരാജ്, അച്യുതി, നിങ്ങൾ പറഞ്ഞതുപോലെ കൃത്യമായി, അതായത് ഇക്കാര്യത്തിൽ വലിയൊരു വിരോധാഭാസം തന്നെയാണ് ഇടതുപക്ഷ യൂണിയനുകളുടെ ഭാഗത്തു നിന്ന്. ഇരട്ടത്താപ്പ് തന്നെയാണ് ഉണ്ടായത്. കാരണം ഇത്തരത്തിൽ ജാതിക്കെതിരെ പോരാടുന്നു എന്നും ജാതി അധിക്ഷേപങ്ങൾക്കെതിരെ ശക്തമായി നിലകൊള്ളുന്നു എന്നും ജാതിക്കെതിരെ പോരാടിയവരാണ് ഒരു കാലത്ത് തങ്ങളെന്നെല്ലാം അവകാശപ്പെടുന്ന അതേ ആളുകൾ CPM-ഉം CPI-യും എല്ലാം ഉൾപ്പെടുന്ന ഇടതു സംഘടനകൾ, ആ ഇടതു സംഘടനകളിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിൽ ഒരു പട്ടികജാതി വിഭാഗക്കാരനായ ശാന്തിക്ക് ഈ ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം ജാതി അധിക്ഷേപം നടത്തുന്നത് മറ്റാരുമല്ല, ഇടത് യൂണിയനുകൾ തന്നെയാണ്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ നിരന്തരമായി ഒറ്റപ്പെടുത്തുകയും അവഹേളിക്കുകയും ചെയ്യുന്നത് മറ്റാരുമല്ല, ഇടത് യൂണിയനുകൾ തന്നെയാണ്. അവിടെ അതിന് കൂട്ടുനിൽക്കുന്നത് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഒരു സർക്കാർ സംവിധാനം എവിടെയുണ്ട് പട്ടികജാതി പട്ടിക വിഭാഗക്കാരെ സംരക്ഷിക്കുന്നത് എന്ന് അവകാശപ്പെടുന്ന മുഖ്യമന്ത്രി ഉള്ളപ്പോൾ തന്നെയാണ് അതിന് കീഴിലുള്ള ദേവസ്വം ബോർഡിലെ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് അടക്കമെതിരെ, പറവൂർ അസിസ്റ്റന്റ് കമ്മീഷണർക്കെതിരെ അടക്കം അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നതും അദ്ദേഹത്തിന് രാജിവെക്കാൻ, ജോലി തുടരാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും എല്ലാം തന്നെ ചെയ്യുകയും ചെയ്യുന്നത്. ഏറ്റവും ആദ്യം കഴിഞ്ഞ 2024 ആദ്യം ജാതി അധിക്ഷേപം ഉണ്ടായത് എന്നാണ് വിഷ്ണു പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പരാതികൾ നൽകിയിരുന്നു. ആ ഒരു പരാതി നിലനിൽക്കുകയും അതുമായി ബന്ധപ്പെട്ട് നടപടികൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ വെച്ച് വാതുരക്കാവ് മാളികമ്പേടി വാതുരക്കാവ് ക്ഷേത്രത്തിൽ വെച്ചും അദ്ദേഹത്തിന് മോശം അനുഭവവും ജാതി അധിക്ഷേപവും എല്ലാം തന്നെ ഇടത് യൂണിയനുകളിൽ നിന്ന് ഉണ്ടാകുന്നത്. റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി 4 മാസം മുമ്പായിരുന്നു അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചത്. ആ ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം ഈ ജോലി ചെയ്യുമ്പോൾ പോലും ചില ആളുകൾ വന്ന് ജാതി ചോദിക്കുന്നു. ആ ജാതി ചോദിച്ചതിന് ശേഷം മറ്റു ചില അധിക്ഷേപ പരാമർശങ്ങൾ അവരിൽ നിന്ന് ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, സമാധാനപരമായി ജോലി ചെയ്യാൻ അനുവദിക്കില്ലെന്ന് പറയുന്നത് ദേവസ്വം പറവൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയ പരാതിയിൽ കൃത്യമായി തന്നെ അത് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം സാധാരണ നിലയിൽ ഇടത് യൂണിയനുകളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ചെറുക്കുകയും ഈ ഒരു യുവാവിനെ സംരക്ഷിക്കുകയും ശാന്തിക്കാരനെ സംരക്ഷിക്കുകയും ചെയ്യേണ്ട ദേവസ്വം ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് പറയുന്നത്. സർക്കാർ ഇത്തരത്തിൽ പറയുമ്പോഴാണ് ജോലി ചെയ്യാൻ അനുവദിക്കില്ല എന്ന ഒരു ഭീഷണി പറവൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇക്കാര്യവും വിഷ്ണു വളരെ വിശദമായി തന്നെ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. തനിക്ക് ജീവിക്കാൻ അനുവദിക്കുന്നില്ല. എന്നാൽ ഹൈന്ദവ സംഘടനകൾ കൃത്യമായി തന്നെ അദ്ദേഹത്തിന് പിന്തുണയുമായി വിവിധ ഹൈന്ദവ സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു കാരണവശാലും വിഷ്ണുവിൻ്റെ രാജി സ്വീകരിക്കരുത്, വിഷ്ണുവിനെ ഇത്തരത്തിൽ അധിക്ഷേപിച്ച് മുന്നോട്ട് പോകാൻ ഒരു തരത്തിലും അനുവദിക്കില്ല, അതിനെതിരെ ശക്തമായ പോരാട്ടങ്ങളുമായിട്ടായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ തങ്ങൾ മുന്നോട്ട് പോവുക എന്ന കാര്യം തന്നെയാണ്. ഇടത് യൂണിയനുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു ജാതീയ അധിക്ഷേപവും തുടർച്ചയായ വേട്ടയാടലും എല്ലാം തന്നെ PR വിഷ്ണു നേരിടുമ്പോൾ മാത്രമല്ല, അദ്ദേഹത്തെ ചില കള്ളക്കേസുകളിൽ കൊടുക്കാനുള്ള ശ്രമങ്ങൾ കൂടി നടക്കുന്നു എന്ന കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. മോഷണ കേസിലടക്കം, തിരുവാഭരണ തട്ടിപ്പിലടക്കം കൊടുക്കാൻ ഉള്ള ഒരു ശ്രമം ആസൂത്രിതമായി നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഒറ്റപ്പെടുത്താനാണ് ശ്രമം എന്ന കാര്യമാണ് വിഷ്ണു പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു സമഗ്രമായ അന്വേഷണം വേണം. ഈ ഒരു രാജിവെച്ചുകൊണ്ട് പോകുന്ന മാനസിക വിഷമം മൂലം, മാനസിക സമ്മർദ്ദം മൂലം രാജിവെച്ച് അദ്ദേഹം പോകുന്ന ആ ജോലി ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണം എന്ന കാര്യം തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനമായും ഉയരുന്നത്. ഈ കുറ്റക്കാർക്കെതിരെ, ജാതി അധിക്ഷേപം നടത്തിയ കുറ്റക്കാർക്കെതിരെ, ഭീഷണിപ്പെടുത്തിയ ആളുകൾക്കെതിരെ, ജോലി നഷ്ടപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയ ആളുകൾക്കെതിരെ എല്ലാം തന്നെ ശക്തമായ നിയമ നടപടി ഉണ്ടാകണമെന്ന ആവശ്യം കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ ശക്തമായി ഉയർന്നു വരുന്നത്. തീർച്ചയായും ജിജീഷ്, അതായത് ഈ ചെറുപ്പക്കാരന്
മനം നൊന്തുള്ള രാജിയാണ്. അപ്പോൾ സ്വാഭാവികമായി ഒരു ജോലിയൊക്കെ കിട്ടുക അത്ര എളുപ്പമല്ലല്ലോ. അത് വലിച്ചെറിയാൻ അല്ലെങ്കിൽ വലിച്ചെറിയുന്നത് പ്രേരിപ്പിക്കാൻ എളുപ്പമാണ് താൻ. ഈ ജോലി സ്ഥലത്തൊക്കെ ജാതി അധിക്ഷേപം നേരിടുന്നത് മാനസികമായി എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകും? അതായത് ഈ വിഷ്ണു പരമാവധി അവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. പക്ഷേ കള്ളക്കേസ് ഉണ്ടാക്കുന്നു, ജാതീയമായി അധിക്ഷേപിക്കുന്നു, നിന്നെ സമാധാനപരമായി ഇവിടെ ജോലിയെടുക്കാൻ സമ്മതിക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ തുടരെ ഇടത് യൂണിയൻ ഇങ്ങനെ പിടിവിടാതെ പിന്നാലെ സഞ്ചരിച്ചതുകൊണ്ടാവും ഈ രാജി, അല്ലേ ജിജീഷ്? കൃഷ്ണരാജ, തീർച്ചയായും അദ്ദേഹം പരമാവധി പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. എല്ലാ യോഗ്യതയും ഉണ്ടായി നിയമപ്രകാരം ജോലിക്ക് കയറിയ ഒരാളാണ്. അതായത് റിക്രൂട്ട്മെന്റ്, ദേവസ്വം ബോർഡിന്റെ റിക്രൂട്ട്മെന്റ് അനുസരിച്ച് 4 മാസം മുമ്പ് കയറിയതാണ് ഈ ഒരു ശാന്തിയായി നിയമനം ലഭിച്ചത്. അദ്ദേഹം എത്രമാത്രം ആ ഒരു ജോലിയെ താല്പര്യപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ ഭഗവത് സേവകൾ അല്ലെ ഈശ്വര സന്നിധിയിലെ ജോലി എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ വ്യക്തമാക്കാം. എത്രമാത്രം ആ ഒരു ജോലിയിൽ മറ്റാരേക്കാളും പ്രാവീണ്യവും തെളിയിച്ചിട്ടുണ്ടാകുമെന്ന് ആ ഇന്റർവ്യൂകളെല്ലാം കടന്ന് അദ്ദേഹം ആ ജോലിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ടും അങ്ങനെയുള്ള ഒരാളെ ആ ജോലിയിൽ നഷ്ടപ്പെടുത്തുന്ന സ്ഥിതിയിലേക്ക് നിരന്തരം വേട്ടയാടുന്നു. ജാതി അധിക്ഷേപങ്ങൾ തുടർച്ചയായി തന്നെ നടത്തുകയും ചെയ്യുന്നു. അത് ഒരിക്കൽ മാത്രം അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സംഭവമല്ല. ഇവിടെ ഇടത് യൂണിയനുകൾ സംഘടിതമായി അത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിരോധാഭാസം നിലനിൽക്കുന്നു എന്ന് പറയുന്നത്. ഏതെങ്കിലും വ്യക്തികളിൽ നിന്നോ മറ്റു ഗ്രൂപ്പുകളിൽ നിന്നോ അല്ല ഇത്തരത്തിൽ അദ്ദേഹത്തിന് ജാതി അധിക്ഷേപം നേരിടേണ്ടി വന്നത്. ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ വലിയ പുരോഗമനം പറയുകയും പുരോഗമന ആശയങ്ങൾ പറയുകയും പുരോഗമനവാദികളാണ് എന്ന് സ്വയം നടിക്കുകയും ചെയ്യുന്ന അതേ വിഭാഗക്കാരിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ ജാതി അധിക്ഷേപം നേരിടുന്നത്. പക്ഷേ പ്രാവർത്തികമാക്കില്ല. അതാണ് ഇടതുപക്ഷം ചെയ്യുന്നത്. ഇടതുപക്ഷം ജനപക്ഷം എന്ന് പറയുന്ന ബാധിക്കുന്ന അതേ ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ ജാതിപക്ഷം കാണിച്ച് ഒരു പൂജാരി അവിടെ ജോലി ചെയ്യാൻ അനുവദിക്കാത്തത്. ജിജീഷാണ് വിവരങ്ങൾ നൽകിയത്.